ഒന്നും നോക്കാതെ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏർണിങ്സ് കൂടുതൽ കിട്ടും. 3 ഡെലിവറി ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് അത് ഒരെണ്ണം ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ പുതിയതായി ജോയിൻ ചെയ്യുന്ന എല്ലാ ഡെലിവറി പാർട്ട്നേഴ്സും ചെയ്യുന്ന ഒരേ ഒരു തെറ്റാണ് ഓർഡർ ആദ്യം വരുമ്പോൾ ഒന്നും നോക്കാതെ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഡെലിവറി ഡിസ്റ്റൻസ് നോക്കിയിട്ട് എടുക്കുക. അതായത് ചില ഓർഡറുകൾക്ക് നിങ്ങൾക്ക് അടുത്തായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുപോയി ഡെലിവറി ചെയ്തിട്ട് വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏർണിങ്സ് കൂടുതൽ കിട്ടും. പക്ഷേ നിങ്ങൾ ലോങ് ആണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ട്രാഫിക് ആയിരിക്കും, അപ്പോൾ നിങ്ങൾ കുറേ ടൈം വെയിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ടൈം ഡിലേ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് 3 ഡെലിവറി ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് അത് ഒരെണ്ണം ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാൻ. പിന്നെ ഒരു ഓർഡറേ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ദിവസം. അതിൽ കൂടുതൽ ക്യാൻസൽ ചെയ്യുന്നത് നിങ്ങളെ ഇൻസെൻറ്റീവ് ബാധിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഏറ്റവും കൂടുതലുള്ളതിന് നിങ്ങൾ ഒരെണ്ണം ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളത് ഓടി ഏർണിങ്സ് കൂടുതൽ എടുക്കാൻ നോക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സ്റ്റോറിലെ വെയിറ്റിംഗ് ടൈമാണ്. ഓരോ സ്റ്റോറിലും ഓരോ പോലെയാണ്. ചില പിക്കേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് റാക്കിൽ വെക്കും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാം. ചിലരാണെങ്കിൽ ചിലപ്പോൾ ഒരു ഐറ്റം കാണത്തില്ല, അപ്പോൾ അവർ അത് സെർച്ച് ചെയ്ത് നടക്കും. ചിലരാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിരിക്കും, മെല്ലെ സ്കാൻ ചെയ്ത് റാക്കിൽ കയറ്റി. അപ്പോൾ അതിനനുസരിച്ചുള്ള ബാക്കിയുള്ളവർ നമ്മൾ ഓർഡർ കൊണ്ട് പോകുമ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഏർണിങ്സ് കുറയും. അപ്പോൾ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ പീക്ക് ടൈമാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ്, ലഞ്ച്, ഈവനിങ്, വീക്കെൻഡ്സ്, അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങൾ നിങ്ങൾ പാഴാക്കാതെ കസ്റ്റമറിന് പെട്ടെന്ന് കൊണ്ട് ഓർഡർ കൊടുക്കുക, ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുക, തിരിച്ച് പോർട്ടിലേക്ക് വരിക, അടുത്ത ഓർഡർ എടുത്തിട്ട് പോവുക. എന്നാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോവേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഓർഡർ കുറയും. അപ്പോൾ അതിനനുസരിച്ചുള്ള നിങ്ങളെ ഇൻസെൻറ്റീവിനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏർണിങ്സ്, ഡെയിലി കിട്ടുന്ന ഏർണിങ്സിനെയും ബാധിക്കും. നാലാമത്തെ എന്ന് പറയുന്നത് ട്രാഫിക്കാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് തെറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്താണ് പോകണമെങ്കിൽ നിങ്ങളെ ചുറ്റി കറക്കിയാണ് ആ ഗൂഗിൾ മാപ്പ് വിടുക. നമ്മൾ ഡെയിലി അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. കറക്കി വന്നാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന റൂട്ടിൽ കൂടെ വേണം നിങ്ങൾ പോകാൻ. ഈ ഗൂഗിൾ മാപ്പിനെ മാത്രം വിശ്വസിച്ച് പോകരുത്. ഗൂഗിൾ മാപ്പിനെ മാത്രം വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പോയി നിൽക്കുന്ന വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പോയി നിൽക്കുമ്പോൾ റോഡ് കാണത്തില്ല, ഡെഡ് എൻഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വഴി കൂടെ മാക്സിമം നിങ്ങൾ അറിയുന്ന, ചിലപ്പോൾ ഡെയിലി ഡെലിവറി ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വഴി കൂടെ പോയിട്ട് നിങ്ങൾ ഡെലിവറി ചെയ്യുക. ഈ ഗൂഗിൾ മാപ്പിനെ മാത്രം ഫുള്ളായിട്ട് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഒട്ടും പറഞ്ഞെങ്കിൽ മാത്രം ഗൂഗിൾ മാപ്പ് ഇട്ട് പോവുക. അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ കാലാവസ്ഥയാണ്. നിങ്ങൾ മഴ സമയത്ത് മാക്സിമം ശ്രദ്ധിച്ച് പോകാൻ നോക്കുക. നിങ്ങൾ ഓർഡർ കിട്ടുന്നു, റെയിൻ സർജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്പീഡിൽ പോകാൻ നിൽക്കരുത്. റോഡ് ഭയങ്കര സ്ലിപ്പറിയാണ്, ചറുക്കി അടിച്ച് വീഴും. ചില കസ്റ്റമറിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ വെള്ളക്കെട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് വേണം അവരെ വീട്ടിൽ നടന്നു പോയി കൊടുത്താലും കുഴപ്പമില്ല, ഡിലേ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടി കംപ്ലൈൻ്റ് ആവും. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഓർഡറിന് വേണ്ടി പോയിട്ട് ഭയങ്കര പ്രശ്നമാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളത് ക്യാൻസൽ ചെയ്യാം, വലിയ മഴയൊക്കെ ആണെങ്കിൽ. ആറാമത്തേന്ന് പറഞ്ഞാൽ ബൈക്കിലെ പെട്രോൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും. അപ്പോൾ നിങ്ങൾ ഓർഡർ കൊണ്ട് പോകുമ്പോൾ തന്നെ പെട്രോൾ തീരാറായെങ്കിൽ നിങ്ങൾ ഓർഡർ കൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ പെട്രോൾ ഒഴിച്ചിട്ട് പോവുക. ചിലപ്പോൾ അവിടെ പോകുന്നിടത്ത് പെട്രോൾ പമ്പ് കാണത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ കറങ്ങി പെട്രോളും തീരും. അവസാനം നിങ്ങൾക്ക് ആ സ്പോട്ടിൽ എത്തിയാൻ പറ്റിയില്ലെങ്കിൽ അതിനനുസരിച്ച് ഓർഡർ ഡിലേ ആവും. പിന്നെ അത് നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്യൂ ആവും. അപ്പോഴും പെട്രോൾ ചെക്ക് ചെയ്യുക. ഫുൾ ടാങ്ക് അങ്ങനെ അടിച്ചിടാൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം അടിക്കുന്ന എമൗണ്ടിൽ നിന്ന് അടിച്ചിടുക. നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മാക്സിമം പെട്രോൾ അടിച്ചിടാൻ നോക്കുക. ഈ ഓർഡറിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ, ചിലപ്പോൾ പെട്രോൾ പമ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ നോക്കുക. ഏഴാമത്തേന്ന് പറഞ്ഞാൽ ഫോൺ ബാറ്ററിയും ഇൻ്റർനെറ്റുമാണ്. അതായത് നമ്മുടെ സ്വിഗ്ഗി ആപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ മാക്സിമം നല്ല ഇൻ്റർനെറ്റ് വേണം. ചില സമയത്തൊക്കെ നമുക്കും അബദ്ധം പറ്റാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ നെറ്റ് കാണത്തില്ല. അപ്പോൾ നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ നമുക്ക് ഓർഡർ അടിക്കത്തില്ല. നമ്മൾ ബാക്കിയുള്ളവർ നോക്കുമ്പോൾ ഓർഡർ അടിച്ചു പോകും. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മാത്രം ഓർഡർ അടിക്കില്ല. ഇങ്ങനെ ടൈം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ. അപ്പോൾ അത്രമാത്രം ഡിലേ ആകുമ്പോഴായിരിക്കും നമ്മൾ എടുത്ത് നോക്കുന്നത്. സ്പീഡ് കുറവായിരിക്കും. മാക്സിമം ഇൻ്റർനെറ്റിന് സ്പീഡ് ഉണ്ടാകും ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്തെങ്കിലും റീചാർജ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീചാർജ് ചെയ്യുക. കട്ടാവണം. ചിലപ്പോൾ നിങ്ങൾ 2-3 ഓർഡർ എടുത്തിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും നെറ്റ് തീരുന്നത്. അപ്പോൾ നിങ്ങൾ അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. എവരി മിനിറ്റ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം, ഓർഡർ അടിക്കുന്നുണ്ടോ ഇല്ലേ, എന്തെങ്കിലും നെറ്റിന് എന്തെങ്കിലും സ്പീഡ് കുറവുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഫോൺ ബാറ്ററി നമ്മൾ എപ്പോഴും ഫുൾ ചാർജ് വെച്ചിട്ട് വേണം നമ്മളെ ജോലിക്ക് കയറാൻ. പിന്നെ എന്തെങ്കിലും ചാർജ് ഉച്ചയ്ക്ക് വല്ലതും ഇറങ്ങുക, അങ്ങനെ എന്തെങ്കിലും കുറയുകയാണെങ്കിൽ നിങ്ങൾ പവർ ബാങ്ക് സൂക്ഷിക്കുക. എക്സ്ട്രാ പവർ ബാങ്ക് നിർബന്ധമാണ് ഈ ജോലിക്ക്. നമ്മൾ ചിലപ്പോൾ എപ്പോഴും നമുക്ക് പോയി ചാർജിങ് പോർട്ടിൽ ചാർജ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് ഓർഡർ ഡിലേ ആവും. അതിനനുസരിച്ച് അപ്പോൾ നമ്മൾ പവർ ബാങ്ക് എപ്പോഴും സൂക്ഷിക്കുക. എന്നാലേ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനനുസരിച്ച് ഡിലേ ആവും. അറിയാമല്ലോ, ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ലാസ്റ്റ് ഓർഡർ കൊണ്ടുപോകുന്ന സമയത്ത് ബാറ്ററി ഓഫായി കഴിഞ്ഞാൽ പുതിയതായിട്ട് പോകണമെങ്കിൽ അഡ്രസ്സും ഓർമ്മ കാണത്തില്ല, റീച്ച് കൊടുക്കാൻ പറ്റില്ല, കംപ്ലീറ്റ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പിന്നെ വാണിംഗ് വരും, നിങ്ങൾക്ക് റോങ് ആശയം, പിന്നെ പൈസ പിടിക്കും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചോണം. ഫോൺ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഒരു പവർ ബാങ്ക് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. എട്ടാമത്തേന്ന് പറയുന്നത് കസ്റ്റമറിൻ്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് പോവുക. ചിലപ്പോൾ കസ്റ്റമർ ഓൾറെഡി നമ്മളെ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും.
അവരുടെ നമ്മളെ അഡ്രസ്സിൻ്റെ താഴെ തന്നെ അവർ നോട്ട് ആയിട്ട് ചിലപ്പോൾ റോഡ് പണിയൊക്കെ ആണെങ്കിൽ ഇന്ന റൂട്ടിൽ കൂടെ വേണം കറങ്ങി വരെ, ചിലപ്പോൾ നമ്മൾ അറിയാതെ ആ റോട്ടിൽ പോയി കയറും, പിന്നെ നമ്മൾ കറങ്ങിപ്പോയി. ചിലവരുടെ റെസിഡൻസ് നമ്പർ എഴുതിയിട്ടുണ്ടോ, അവർ വെച്ചിരിക്കുന്ന റെസിഡൻസ് നമ്പർ കറണ്ട് ലൊക്കേഷൻ വെച്ചിരിക്കുന്നത് വേറെ ആയിരിക്കും. അപ്പോൾ അവർ താഴെ എഴുതിയിട്ടുണ്ടാവും, നോട്ട് എഴുതി, ചിലപ്പോൾ ബാക്കിലത്തെ വീടായിരിക്കും, സൈഡിലത്തെ വീടായിരിക്കും. അപ്പോൾ അവരുടെ ലാൻഡ് മാർക്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നോട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ ചിലപ്പോൾ ഡിസ്റ്റൻസിൻ്റേതാണെങ്കിലും എന്താണെങ്കിലും അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കസ്റ്റമറിനെ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് തന്നെ വിളിക്കുക, എടുക്കത്തിന് സ്റ്റോറിൽ നിന്ന് തന്നെ വിളിക്കുക, എന്നിട്ട് കൺഫേം ചെയ്തിട്ട് പോവുക. ചിലപ്പോൾ ചുമ്മാ കിടന്ന് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ഓർഡർ ഡിലേ ആവും. അപ്പോൾ പിന്നെ അറിയാമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ചില വീട്ടിൽ പോകുമ്പോൾ ബെല്ല് കാണത്തില്ല, അപ്പോൾ അവർ അതിനുള്ള ഇൻസ്ട്രക്ഷൻ എല്ലാം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇൻസ്ട്രക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ വായിച്ചിട്ട് വേണം ഈ സ്റ്റോറിൽ നിന്ന് പോകാൻ. 9ാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം ആദ്യം ശ്രദ്ധിക്കുക. നമ്മൾ ബൈക്ക് മൊബൈലൊക്കെ ശ്രദ്ധിക്കുന്ന പോലെ നമ്മളെ ആരോഗ്യം ഫസ്റ്റാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ എന്നും. അപ്പം നമ്മൾ സമയത്തിന് ആഹാരം കഴിക്കുക. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും എല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ ഈവനിങ് ആണെങ്കിൽ എന്തെങ്കിലും ചായ കുടിക്കുക. കഴിക്കാൻ നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ ഉണ്ടാക്കുന്ന പൈസേൻ്റെ 2 ഇരട്ടി പൈസ ആശുപത്രിയിൽ കൊണ്ട് ചിലവാക്കേണ്ടി വരും. അപ്പം നമ്മളെ പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ഒന്നും കഴിക്കാതെ ഓടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. നമ്മളെ സമയത്തിന് നമ്മളെ ശരീരം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. നമുക്ക് എന്തെങ്കിലും അതുപോലെ നമ്മൾ റൈഡ് ചെയ്യാനാണെങ്കിൽ മാക്സിമം സ്പീഡ് കുറച്ച് പോകാൻ നോക്കുക. നമ്മൾ ഈ ഓർഡർ കിട്ടില്ല എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ പറ്റും. അതുപോലെ പോലീസൊക്കെ ഉണ്ടെങ്കിൽ ഫൈൻ അടിച്ച് തരും. ചിലർ ഓരോ സൈഡിൽ കൂടെ ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഫൈൻ അടിച്ച് കൊടുക്കും. എന്തിനാ വെറുതെ നമ്മൾക്ക് കിട്ടുന്ന ഈ പൈസയ്ക്ക് നമ്മൾ അതിൻ്റെ 10 ഇരട്ടി പൈസയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ മാക്സിമം ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും അപകടപ്പെട്ടാലും നമ്മൾ വീട്ടിൽ കിടക്കേണ്ടി വരും. നമുക്ക് ഓടിയാലേ കാശ് കിട്ടുള്ളൂ, അത് നിങ്ങൾ ഓർമ്മ വേണം. ഇപ്പോൾ ഇന്ന് ഓടിയാൽ നിങ്ങൾക്ക് കാശുള്ളൂ, നാളെ ഓടിയാലേ നിങ്ങൾക്ക് കാശില്ല. ഇപ്പോൾ കമ്പനിയൊന്നും തരത്തില്ല, അത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ 10ാമത്തെ ഓർഡർ ക്യാൻസലേഷനാണ്. നിങ്ങളിപ്പോൾ ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടേ കസ്റ്റമർ ലൊക്കേഷനിൽ ഡെലിവറി ചെയ്യാൻ നോക്കുക. ഇത് ഓർഡർ എടുത്തിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് സംസാരിച്ചിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് പോയിട്ടായിരിക്കും കസ്റ്റമർ ലൊക്കേഷൻ. ഇതിനനുസരിച്ച് ഓർഡർ ഡിലേ ആവാൻ അപ്പോൾ കസ്റ്റമർ കെയറിൽ വിളിക്കും. എന്നിട്ട് കസ്റ്റമർ കെയർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ചിലപ്പോൾ കസ്റ്റമർ ഡയറക്റ്റായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്യൂ ആവും. അത് അവർ കംപ്ലയിൻ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ സ്ഥിരമായിട്ട് ആയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് വരെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഫസ്റ്റ് കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ കൊണ്ട് ഡെലിവറി ചെയ്തിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും വയ്ക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓഫ്ലൈൻ ആക്കിയിട്ട് പോയാൽ മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഓർഡർ കുറേ നേരം ചിലപ്പോൾ അടിക്കാതിരിക്കും, അത് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ലൊക്കേഷനിൽ കൊണ്ടുപോയി ഫസ്റ്റ് ഡെലിവറി ചെയ്യുക കസ്റ്റമറിന്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 10 ടിപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് എടുക്കുക, നിങ്ങൾ കൂടുതൽ ഏണിങ്സ് എടുക്കുക. അപ്പോൾ നിങ്ങളൊരു ഓർഡർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കണമെന്ന് ഈ വീഡിയോ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി സ്വിഗ്ഗി വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത് പഠിക്കാം.